നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവരുത്. മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും നിങ്ങൾ തലകുനിച്ച് നിൽക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാവരുത്. പരാജയങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം എപ്പോഴും കണ്ണീരിൽ മാത്രം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളോ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടായിരിക്കാം. അവരുമായിട്ട് വളരെ കാലമായിട്ട് തുടർന്ന് പോരുന്ന ഒരു ശത്രുതയായിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഇപ്പോൾ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന, നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഇപ്പോൾ വളരെയധികം കുറവ് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മുൻപ് അവരുടെ എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരെ അടക്കി ഭരിക്കുന്ന, എല്ലാ കാര്യങ്ങളും അവരുടെ നിയന്ത്രണത്തിൽ ആയിരിക്കണമെന്ന് നിർബന്ധമുള്ള, ആരെയും അംഗീകരിക്കാനായിട്ട് തയ്യാറാവാത്ത ഒരാളായിരുന്നു അവർ. എല്ലാവരേക്കാളും താൻ മുന്നിലാണെന്നുള്ള ഒരു ആത്മവിശ്വാസവും അവരിൽ വളരെയധികം നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലൊക്കെ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ശക്തി കുറഞ്ഞു വരികയാണെന്നുള്ള ഒരു തോന്നൽ അവരിൽ തന്നെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയെ അവർക്കിപ്പോൾ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന ഒരു തോന്നൽ അവരിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതവരിൽ വളരെയധികം ഭയവും ആത്മവിശ്വാസക്കുറവും ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ആ വ്യക്തിയിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും എല്ലാത്തിലും ഒരു സംശയം നിറഞ്ഞ അവസ്ഥയും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായിട്ടൊന്നും അറിയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങളുടെ നീക്കങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്നും കൃത്യമായിട്ട് അറിയാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഈ ഒരു അവസ്ഥ അവരിൽ വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. അവരുടെ മനസ്സിന് ഒരു തരത്തിലും സമാധാനം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. മുൻപ് താൻ എല്ലാവരേക്കാളും മുകളിലാണെന്നുള്ള ഒരു അഹങ്കാരവും ആത്മവിശ്വാസവും അവരിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് ഇല്ല. ഇവിടെ മുമ്പുള്ളതിനെ അപേക്ഷിച്ച് ആ ഒരു വ്യക്തിയിൽ ഇപ്പോൾ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് അവർ ചെയ്ത പ്രവൃത്തികൾ എല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന ഒരു തിരിച്ചറിവും കുറ്റബോധവും അവരിലിപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്നാൽ ആ ഒരു തിരിച്ചറിവും കുറ്റബോധവും അവർ പുറമെ പ്രകടിപ്പിക്കാനായിട്ട് തയ്യാറല്ല. പക്ഷേ അവരിപ്പോൾ തിരിച്ചറിവിൻ്റെ ഒരു പാതയിലാണ് ഉള്ളതെന്നാണ് കാണുന്നത്. ഇവിടെ ഈ വ്യക്തിയിൽ ഇത്തരമൊരു മാറ്റം ഉണ്ടായതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾ ശക്തമായി മാറി എന്ന ഒരു ചിന്ത അവർക്ക് വന്ന് ചേർന്നത് മൂലമാണ്. അതായത് മുൻപ് നിങ്ങൾ മാനസികമായിട്ട് വളരെ ദുർബലരായിട്ടുള്ള ആളുകളായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളെ വളരെയധികം തളർത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. മനോബലവും തൻ്റെടവും നിങ്ങളിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേർന്ന മോശം സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ നേടിയെടുത്തതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, ആ ഒരു വ്യക്തിയിൽ പെട്ടെന്നൊരു നിശബ്ദതയോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ പുതിയൊരു മാറ്റമോ, അവരുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്നും മാറുന്നത് പോലെ, അവർ നിങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാമെന്ന്
അതായത് നിങ്ങളോടുള്ള അവരുടെ മോശം സമീപനത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാവുന്നതാണെന്ന്. ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളെ പഴയതുപോലെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നില്ല, നിങ്ങളെ ഭയപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല, നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ ആ വ്യക്തിയിലെ എനർജി കുറയാനായിട്ട് കാരണമായി എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ ശക്തി ഇനി നിങ്ങൾക്ക് മേൽ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രതിസന്ധികളും നേരിടുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവുമൊക്കെ വന്ന് ചേരുന്നതാണ്. നിങ്ങളെ ഇതുവരെ ബന്ധിച്ചിരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ മോശം ദൃഷ്ടി നിങ്ങളിൽ നിന്നും മാറുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശം ഉണ്ടാകുന്നതാണ്. നിങ്ങളിലെ ആത്മവിശ്വാസവും ധൈര്യവുമൊക്കെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ്. ഇവിടെ സത്യവും നന്മയും നിങ്ങളുടെ ഭാഗത്തായതിനാൽ പ്രപഞ്ചം തന്നെ നിങ്ങൾക്കുള്ള നീതിയും സംരക്ഷണവും ഉറപ്പാക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും പുതിയ തുടക്കത്തിൻ്റെയും വഴികൾ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ അനാവശ്യ ബന്ധങ്ങളൊക്കെ ഈ ഒരു സമയം നിങ്ങളെ വിട്ട് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മുന്നോട്ടുള്ള ഓരോ നീക്കത്തിലും പ്രപഞ്ചത്തിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ തീർച്ചയായിട്ടും ശരിയായ ബന്ധങ്ങളും ശരിയായ അവസരങ്ങളും പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ശ്രമിച്ച ആ ഒരു എനർജിക്ക് ഇനി നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ഇനി നിങ്ങളുടെ സമയമാണ്. പ്രപഞ്ചത്തിൻ്റെ സഹായവും സംരക്ഷണവും നിങ്ങളോടൊപ്പം ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.